നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. അതെ, അതായത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഏറെ വിശ്വസിച്ചിരുന്ന സ്റ്റാലിനും സംഘവും അവസാനവട്ടം കൃത്യമായി വിലയിരുത്തിയപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ആകും എന്ന് വിശ്വസിച്ചു പോന്നു. എന്നാൽ സഖ്യകക്ഷികളെല്ലാം മുന്നണി വിടുകയും അവർ തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ കൊടുക്കുകയും സ്റ്റാലിൻ നാണം കെട്ട് പടിയിറങ്ങുകയും കൊളത്തുറന്ന സ്വന്തം തട്ടകത്തിൽ വൻ പരാജയം, അതും തമിഴക വെട്രിക്കഴകം സ്ഥാനാർത്ഥിയോട് വൻ മാർജിനിൽ പൊട്ടിത്തള്ളി ആകെ നാണം കെട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ഒരു രീതിയിലും ആ പാർട്ടിയെ നയിക്കാൻ യോഗ്യനല്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്ന അവസ്ഥയാണ്. അതായത് പിളർപ്പിൻ്റെ വക്കിലേക്ക് DMK കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. അത് ഉദയനിധിയുടെ കഴിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ പരിവേഷം അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു സംരക്ഷണ കവചം ഇത്രയും നാളും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാത്തൊരവസ്ഥയാണ്. നിലവിൽ തമിഴ്നാട്ടിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കഴിയുന്നില്ല. കാര്യം പൊളിറ്റിക്സിൽ ഉദയനിധിയേക്കാൾ വളരെയധികം ജൂനിയറാണ് വിജയ് എങ്കിൽ പോലും ജോസഫ് വിജയ് എത്ര പെട്ടെന്നാണ് തമിഴകത്തെ കൃത്യമായി തൻ്റെ ഉള്ളം കൈയിലേക്ക് എത്തിച്ചത്. TVKയുടെ മാസ്മരിക മുന്നേറ്റം, വിജയം, അത് ആ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും DMKക്ക് മോചനമുണ്ടായിട്ടില്ല. തമിഴക വെട്രിക്കഴകം കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് അടുത്ത പാർലമെന്റിലുള്ള സീറ്റ് ധാരണയിലേക്ക് വരെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 9 ലോക്സഭാ സീറ്റ് കഴിഞ്ഞ നമ്മുടെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന DMK നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തിലൂടെയാണ് കോൺഗ്രസിന് കിട്ടിയത്. അത് നിലനിർത്തുകയോ അതേ രീതിയിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ ഒരു ആധിപത്യം ഉണ്ടാവുകയോ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പരിച്ഛേദവുമായി ബന്ധപ്പെട്ട് നിരന്തരം മുന്നോട്ട് പോകണം. തമിഴക വെട്രിക്കഴകം അതിന് മികച്ച ഒരു ഓപ്ഷനാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളും ഒക്കെ വളരെ വ്യക്തമായി തന്നെ സ്റ്റാലിനോട് ബൈ ബൈ പറഞ്ഞ് കൃത്യമായി സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന മുന്നണി സംവിധാനം തന്നെ പൊളിച്ചടുക്കി. എന്നിട്ട് വിജയിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. വിജയുമായി ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ വളരെ സ്മൂത്തായിരിക്കണമെന്നില്ല. പക്ഷേ വിജയ് ഒരു കാര്യത്തിൽ ഉറപ്പ് കൊടുത്തു. തൻ്റെ മന്ത്രിസഭയെ ഉൾക്കൊള്ളാൻ, തൻ്റെ മുന്നണി സംവിധാനത്തെ വ്യാപിപ്പിക്കാൻ അതിനും താല്പര്യമുണ്ട് എന്നുള്ള രീതിയാണ്. നേരത്തെ കോൺഗ്രസിന് 60 സീറ്റ് വരെ വിജയ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവിടെയാണ് കോൺഗ്രസ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസുമായി കൂട്ടുകൂടി സ്വയം പല കാര്യങ്ങളിലും നഷ്ടം വരുത്തി വെച്ചത്. കോൺഗ്രസിന് ആ ട്രെൻഡ് മനസ്സിലായില്ല. പക്ഷെ ഇനി വൈകിക്കൂടാ എന്ന് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് ഒരു തീരുമാനമെടുത്ത് പോകുന്നത്.